السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله. وعن عبد الله بن مسعود رضي الله عنه إن المشركين شغلوا رسول الله صلى الله عليه وسلم عن 4 صلوات يوم الخندق حتى ذهب من الليل ما شاء الله فأمر بلالا فأذن ثم أقام فصلى الظهر ثم أقام فصلى على العصر ثم أقام فصلى المغرب ثم أقام فصلى العشاء رواه الترمذي. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. നിസ്കാരത്തിന്റെ സമയമായി എന്ന് അറിയിക്കുന്ന അദാൻ എന്ന് അറബിയിൽ പറയുന്നതും ബാങ്ക് എന്ന് നമ്മൾ പറയുന്നതുമായ ആ വിളംബരത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഫർള് നമസ്കാരങ്ങൾക്ക് മാത്രമാണ് അദാൻ ഉള്ളത്. നമുക്കൊക്കെ അറിയാം, പഴയ കാലത്ത് ദണ്ണം ബലാവ് മുസീബത്തൊക്കെ മാറാൻ വേണ്ടി ബാങ്ക് കൊടുത്തിരുന്നു. അത് ഒരാളല്ല, ഒരു മഹല്ലത്തിലുള്ള മുഴുവൻ ആളുകളും. അതിനൊരു പേരുണ്ടായിരുന്നു, കൂട്ടബാങ്ക് എന്നാ പറയാം. വസൂലിയൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ വിളിക്കാറുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ട്. എന്നാൽ അതൊരു മരുന്നായിട്ടല്ല ഇസ്ലാം പഠിപ്പിച്ചത്. പിന്നെ എപ്പോഴാണ് ബാങ്ക് കൊടുക്കുക? നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ അതിന് ഇതെണ്ണം മുസീബത്ത് ബലാവ് എന്നൊക്കെ ഉണ്ടാകുമ്പോ മാസം കണ്ട ബാങ്ക് കൊടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അറിയാം നമുക്കൊക്കെ. പക്ഷെ അതിലേക്ക് ഒരു ആശങ്ക ഉണ്ട്. എന്താ? ഒരു കുട്ടി പറഞ്ഞാൽ വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്കും, ഇടത്തെ ചെവിയിൽ ഇക്കാമത്ത് കൊടുക്കും. അതിന്റെ നിസ്കാരം പിന്നെ മയ്യത്ത് നിസ്കാരമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്നാൽ അങ്ങനെ ഒരു പ്രബലമായ ഹദീസ് അതിന്റെ പിൻബലം ഇല്ല. വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇക്കാമത്തും കൊടുക്കുന്നത് തെറ്റെന്നല്ല, മറിച്ച് അങ്ങനെ ചെയ്താൽ ഒരു ദുർബലമായ ഹദീസ് ഉണ്ട്. അങ്ങനെ ചെയ്താൽ ഉമ്മു സുബിയാൻ എന്ന ശൈത്വാൻ ആ കുട്ടിക്ക് ഒരു ദ്രോഹവും ജീവിതത്തിൽ ഉണ്ടാക്കൂല എന്നുള്ള, അത് വെറുമൊരു വാറോല മാത്രമാണ്. എന്നാൽ പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ച് പറയുന്നത്, നവജാത ശിശു അതിന്റെ കാതിൽ ബാങ്ക് കൊടുക്കുക എന്നുള്ളത് ആദ്യമായൊരു കുഞ്ഞ് കേൾക്കേണ്ടത് നല്ലതാണ്. അപ്പൊ പ്രസവം ഹോസ്പിറ്റലിലൊക്കെ നടന്നാൽ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ നല്ലതല്ലേ പറയാം? അല്ല, ആ പറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലേക്ക് ആ ഒരു വെള്ളത്തുള്ളിയിൽ പൊരിഞ്ഞു കിട്ടുക, എന്നിട്ട് നമ്മൾ ബാങ്ക് കൊടുത്തിട്ട് എന്താ കാര്യം? അപ്പൊ നല്ലത് കേൾക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒരാൾ ബാങ്ക് വിളിക്കുന്നതെങ്കിൽ അതെന്തല്ല, തെറ്റല്ല, മറിച്ച് അങ്ങനെ ഒരു സുന്നത്തുണ്ട്. ഈ ഉമ്മു സുബിയാൻ എന്ന ശൈത്വാൻ ഉപദ്രവിക്കുകയില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ബാങ്ക് കൊടുത്താൽ അത് ബിദഅത്തുമാവും, തെറ്റുമാവും. ഇനി അതല്ലാത്ത സമയത്ത് ബാങ്ക് കൊടുക്കാം. എപ്പോ? സമയം അറിയാതെ ഒരാൾ ഉറങ്ങിപ്പോയി, കിട്ടിയിട നല്ലൊരു ചാൻസിന് വേണ്ടി കാത്തുകയായിരുന്നു. ഇങ്ങനെ ഉറങ്ങിപ്പോവാൻ, ദിവസം ഉറങ്ങിപ്പോവാൻ, എന്നിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. അത് റസൂലുള്ളാഹിന്റെ സഹാബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവത്തിൽ, ജീവിതത്തിൽ അത്യപൂർവമായി കണ്ടിട്ടേ ഉള്ളൂ. ഈ ഉറങ്ങുന്നത് എന്തുകൊണ്ടാ? ഇപ്പോ ചെറുപ്പക്കാരും മറ്റിതര ആളുകളും ഒക്കെ പെട്ടെന്ന് മരിക്കുന്നു, അറ്റാക്കായി മരിക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്തായിട്ട് കാരണം? ഈ അടുത്ത കാലത്ത് അതുമായി ബന്ധപ്പെട്ടൊരു പഠനത്തിൽ 4-5 ഡോക്ടർമാർ അത് ഗവേഷണം ചെയ്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പരിശോധിച്ചു. ചെറുപ്പക്കാർ പെട്ടെന്ന് മരിക്കാനുള്ള കാരണം എന്താണെന്നറിയാൻ വേണ്ടി. അപ്പൊ അതിലവർ കണ്ടെത്തിയൊരു കാരണം ആമാശയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഫാസ്റ്റ് ഫുഡ് ഉണ്ട് എന്നുള്ളതാണ്. എന്ന് പറയുന്നത് ദഹിച്ച് തീരാനുള്ള സമയം കിട്ടാതെ മൃഷ്ടാന ഭോജനവും കഴിഞ്ഞ് സുഖശായനത്തിന് വേണ്ടി കിടന്നിറങ്ങുമ്പോൾ ഹാർട്ടിന്റെ ബീറ്റാണ് നിന്ന് പോകുന്നുള്ള. പിന്നെ എപ്പോഴാണ് ഭക്ഷണം കഴിക്കുക? അൽ ഗശാഉ ഖബ്ലൽ ഇശാഇ, രാത്രി ഭക്ഷണം എന്നുള്ളത് ഇശാഇന്റെ മുബക്കിറ, നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. ചിലപ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യന് നേരം വൈകി പോകാം, എന്നാലും എഴുന്നേൽക്കുന്നതിന് യാതൊരു ഉദറുമില്ല. ഇനി ഒരാൾ യാദൃശ്ചികമായി ഉറങ്ങിപ്പോയി, അയാളിന് എപ്പോഴാണ് ബാങ്ക് കൊടുക്കേണ്ടത്? ഇനി എപ്പോഴാണ് ബാങ്ക് കൊടുക്കുക? എഴുന്നേറ്റ് കഴിഞ്ഞ് പള്ളിയുണ്ട്, 4-5 പള്ളിയുടെ അടുകിലാണ് നിൽക്കുന്ന ഒരാൾ, പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ചില ആളുകളൊക്കെ എപ്പോഴും നിസ്കരിക്കുക, ആ നിസ്കരിക്കാൻ വേണ്ടി എപ്പോഴാണ് എഴുന്നേറ്റ ഉടനെ ഇഖാമത്ത് വിളിച്ച് നിസ്കരിക്കാനല്ല, മറിച്ച് ആദ്യം അയാൾ ചെയ്യേണ്ടത് അദാൻ, ബാങ്ക് വിളിക്കലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടില്ലേ, നീ ഒരു
വാദി എന്ന് പറഞ്ഞാൽ താഴ്വരയിലോ കുന്നൻപുറത്തൊക്കെ ആണെങ്കിൽ പോലും ആദ്യം വിളിക്കേണ്ടത് ബാങ്കാണ്. അത് അവിടെ കൊടുത്തില്ലേ, ഇവിടെ കൊടുത്തില്ല, അതൊന്നുമില്ല. അദാൻ വിളിക്കുക, ശേഷം ഇഖാമ വിളിക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാൻ പറ്റും. 432 ഹദീസ് നമ്പറാണ്. ഒരു സഫർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ രാത്രി ഉറങ്ങിപ്പോയി. ഏതുവരെ ഉറങ്ങി? ഉറങ്ങിയെന്ന് മാത്രമല്ല അങ്ങേയറ്റം വരെ ഉറങ്ങിപ്പോയി. ആ ഹദീസിന്റെ ഭാഗത്ത് ഇങ്ങനെയാണ്. അങ്ങനെ എഴുന്നേറ്റിട്ട് യാ ബിലാൽ ഫഅദ്ദിൻ നാസ ബിസ്സലാ, ഓ എന്റെ ബിലാലെ എഴുന്നേൽക്ക്, എന്നിട്ട് ബാങ്ക് കൊടുക്കും ജനങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചുണർത്തി. ഫഖാമ ബിലാൽ, അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. ഫഅദ്ദന ഫതവല്ലഉ യഅനി ഹീന ഇർതഫഅതി ശംസു സുമ്മ ഖാല ഫസല്ല ബിഹിം. അങ്ങനെ സൂര്യൻ ഉദിച്ചു ഉയർന്നിട്ടുണ്ട്. ആ സമയത്താണ് ബാങ്ക് വിളിക്കുന്നത്. ഏതിന്റെ ബാങ്ക്? ഫജറിന്റെ ബാങ്ക് വിളിക്കുന്നത്. അങ്ങനെ ബാങ്ക് വിളിക്കുകയും ഇഖാമത്ത് കൊടുക്കുകയും ജനങ്ങളെ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഹദീസ് കിതാബിലെ ഒരു ചാപ്റ്റർ തന്നെ കൊടുത്തിട്ടുള്ളത് ബാബുൽ അദാനി ബഅദ ദഹാബി സ്വലാ, നിസ്കാരത്തിന്റെ സമയം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ കൊടുക്കേണ്ടുന്ന ബാങ്കിനെ സംബന്ധിച്ച അൽ അദാനു വൽ ഇഖാമത്തു ലിൽ ഫാഇതത്തി, അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾക്ക് വേണ്ടി ബാങ്ക് ഇഖാമത്തും വിളിച്ചുകൊണ്ടായിരിക്കണം ഒരാൾ നിസ്കരിക്കേണ്ടത്. ഏത്? ഒരാൾക്ക് നേരത്തെ പറഞ്ഞാൽ ഉറങ്ങി, അല്ലെങ്കിൽ അയാൾ അബോധാവസ്ഥയിലായി, അയാളുടെ ബോധം തെളിഞ്ഞപ്പോഴാ 7:30 മണിക്കാ രാവിലെ സുബഹിന്, അല്ലെങ്കിൽ ഒരാൾ ലോഹർ നിസ്കരിക്കുന്നതിന് വണ്ടി ആക്സിഡന്റ് ആയി, അയാൾ അബോധാവസ്ഥയിലായി, ഒരു 2 മണിയായപ്പോഴേക്ക് കുഴപ്പമൊന്നുമില്ല, വിധമൊന്നുമില്ല, വീണപ്പുണ്ടായിരുന്ന ആ ഒരു ഇതിലാണ്. അല്ലെങ്കിൽ ഒരാൾ ഇയർ ബാലൻസ് തകർന്നു, അല്ലെങ്കിൽ അയാളുടെ നിൽക്കുന്ന നൃത്തത്തിൽ നിന്ന് അയാൾ പെട്ടെന്ന് വീണു, അയാളുടെ ബോധം പോയി. ഒരു 3 മണിയായപ്പോൾ അയാൾക്ക് ബോധം തെളിഞ്ഞു. അപ്പോൾ അയാളെ ലോഹറിന്റെ സമയം എപ്പോഴാണ്? ആ 3 മണിക്കാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ബാങ്ക് വിളിക്കണം, ഇഖാമത്ത് കൊടുക്കണം. എന്താ തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഞാൻ ആദ്യം കേൾപ്പിച്ച ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി 179 ഹദീസ് നമ്പറായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഒരു സംഭവമാണ്. അതായത് ഖന്ദഖ്, അഹ്സാബ് യുദ്ധം എന്നതിന് പേരുണ്ട്. ഖന്ദഖ് യുദ്ധം നടക്കുന്ന ആ വേളയിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇന്നൽ മുശ്രിക്കീന ശഅലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല 4 സലവാത്തിൻ, 4 നിസ്കാരങ്ങൾ മുശ്രിക്കുകളായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും എന്ത് ചെയ്തു? അശ്രദ്ധയിലാക്കി കളഞ്ഞു, സുയിപ്പിലാക്കി. നിസ്കരിക്കാൻ പറ്റില്ല 4 വക്ത് നിസ്കാരം. ഹത്താ ദഹബ മിനൽ ലൈലി മാ ശാഉ, രാത്രിയുടെ അങ്ങേയറ്റത്ത് എത്തുന്നവരെ. അപ്പൊ അതിന്റെ ഇടയിൽ ളുഹർ, അസർ, മഗ്രിബ്, ഇശാ ഈ 4 വക്ത് നിസ്കരിക്കാൻ ഖന്ദഖ് യുദ്ധത്തിൽ അവ്വൽ വക്തിൽ നിസ്കരിക്കാൻ റസൂലുള്ളാഹിക്കോ സ്വഹാബത്തിനോ പറ്റിയില്ല. ഫഅമറ ബിലാൽ, അത് കഴിഞ്ഞു, അത്യാവശ്യം ആശ്വാസമായപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഫഅദ്ദിനി, എന്ത് ചെയ്യുക? ജനങ്ങൾക്ക് നിസ്കരിക്കാനുള്ള ബാങ്ക് വിളിക്കുക. അങ്ങനെ വിളിച്ചു. സുമ്മ അഖാമ, എന്നിട്ട് ഇഖാമത്ത് വിളിച്ചു. ഫസല്ല ളുഹർ, ആദ്യം ളുഹർ നിസ്കരിച്ചു. നഷ്ടപ്പെട്ടു പോയതിലെ നികത്തുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം അത് ഏതാണോ ആദ്യം വരുന്നത് അതിന് പ്രഥമ പരിഗണന നൽകണം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിൽ ഏർപ്പാടുണ്ട് കേട്ടോ. അതുകൊണ്ട് സാന്ദർഭികമായി പറഞ്ഞിട്ടില്ലെങ്കിൽ ആൾക്കാർ അതൊരു പിടിച്ച് തെളിവാക്കും. ഏത്? ഖളാ വീട്ടേണ്ട ഒരു ഏർപ്പാടുണ്ട്, അത് ഇസ്ലാമിലില്ല. എപ്പോഴെങ്കിലുമൊക്കെ തോന്നും പോലെ നിസ്കരിക്കാനുള്ള ശീലം ഇസ്ലാമിലില്ല. ഏതെങ്കിലും ഒരു കാരണവശാൽ നേരത്തെ പറഞ്ഞ ശറഈയായ എതിരുള്ള ഒരാൾക്ക് നിസ്കാരം തെറ്റിപ്പോയാൽ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ആദ്യം നിർവഹിക്കേണ്ടത് ആദ്യത്തേതാണ്. അങ്ങനെ ആദ്യം നിസ്കരിച്ചതാ ഫസല്ല ളുഹർ, ളുഹർ നിസ്കരിച്ചു. സുമ്മ ഖാമ ഫസല്ല, അഖാമ ഫസല്ല അൽ അസ്ർ, പിന്നീട് ഇഖാമത്ത് വിളിച്ചിട്ട് അസ്ർ നിസ്കരിച്ചു. സുമ്മ അഖാമ ഫസല്ല അൽ മഗ്രിബ്, പിന്നെ മഗ്രിബ് നിസ്കരിച്ചു. സുമ്മ അഖാമ ഫസല്ല അൽ ഇശാ, പിന്നെ ഇശാ നിസ്കരിച്ചു. ഈ ഒരൊറ്റ തെളിവ് മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഷ്ടപ്പെട്ടു പോയ നമസ്കാരങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇനി ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താ? ഒരു കാര്യം കൂടി, ഒന്നിൽ അധികം നിസ്കാരങ്ങൾ വൈകിപ്പോയി അല്ലെങ്കിൽ തെറ്റിപ്പോയി അല്ലെങ്കിൽ നിസ്കരിക്കേണ്ടി വന്നാൽ അയാൾക്ക് ആദ്യം ഏതാണോ ഉള്ളത് അതിന് ബാങ്ക് വിളിക്കുകയും ഇഖാമത്ത് വിളിക്കുകയും ചെയ്യുക. ഉദാഹരണമായിട്ട് ഒരാൾ യാത്രക്കാരനാണ്, അയാൾക്ക് അവര് വക്തിൽ നിസ്കരിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ കഴിഞ്ഞില്ല എങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ബാങ്ക് വിളിക്കും. ഉദാഹരണമായിട്ട് ളുഹറും അസ്റും ജംഉം കസ്റുമായി നിസ്കരിക്കാൻ തീരുമാനിച്ച ഒരാളാണ്. അയാൾ എന്ത് ചെയ്യണം? ആദ്യം അദാനും പിന്നെ ഇഖാമയും വിളിച്ചിട്ട് ളുഹർ നിസ്കരിക്കുന്നു. ജംഉം കസ്റാണെങ്കിൽ ആദ്യം 2 റക്അത്ത് ളുഹർ നിസ്കരിക്കുന്നു, ശേഷം സലാം വീട്ടിയതിനു ശേഷം ഇഖാമത്ത് വിളിച്ചിട്ട്
അയാൾ അസറും 2 റക്അത്ത് നിസ്കരിക്കണം. ജമാഅത്താണെങ്കിൽ അങ്ങനെ അവർ ഒന്നിച്ച് നിസ്കരിക്കുകയും ചെയ്യും. അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരാൾക്ക് സമയം തെറ്റിപ്പോവുകയോ വൈകിപ്പോവുകയോ ചെയ്താൽ അയാൾ നിസ്കരിക്കേണ്ട നിസ്കാരത്തിലും എന്ത് വേണം? ബാങ്ക് വിളിക്കുക, ഇഖാമത്ത് കൊടുക്കുക എന്നുള്ളത് ഒരു സുന്നത്തല്ലേ എന്ന് വിചാരിച്ചിരിക്കേണ്ടെന്ന് ഏർപ്പാടല്ല. അത് നിർവഹിക്കേണ്ടതുണ്ട്. നിർവഹിച്ചാൽ അതുകൊണ്ട് കിട്ടുന്ന കൂലി എന്താ? ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ ആത്മാർത്ഥമാണ് എങ്കിൽ അതുകൊണ്ട് പ്രതിഫലം ഏറെ കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിനനുസരിച്ച് ഇബാദത്തും അമലും ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മാനുഷികമായി വന്നു പോകുന്ന എല്ലാ വീഴ്ചയും അബദ്ധവും അനർത്ഥവും തെറ്റും കുറ്റവും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇനി ജീവിതത്തിൽ ഒരിക്കലും അത്തരം അബദ്ധങ്ങൾ വരാതിരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വന്നുപോയ അബദ്ധങ്ങൾക്ക് പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന വേദനയും വെപ്രാളവും ബേജാറവും മാറ്റിവെച്ച് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായി ഈമാനോടുകൂടി പറഞ്ഞ് കണ്ണ് സുന്ദരമായ രൂപത്തിൽ പുഞ്ചിരിയോടുകൂടി അടച്ച് ദുനിയാവിൽ നിന്ന് യാത്ര തിരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നമ്മുടെ സഹോദരങ്ങളുടെ നേറുന്ന നോവുകൾക്ക് അല്ലാഹു ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ നല്ല മുറാദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി കൊടുക്കട്ടെ. ശാരീരികവും സാമ്പത്തികവും മാനസികവുമായി നാം അനുഭവിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു ശാശ്വതമായ പരിഹാരം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. പാരത്രികമായ ലോകത്തിന്റെ ഏറ്റവും ഉന്നതമായ ദർജയിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഉടമകളായി തീർന്ന അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസാലികളും സുദ്ദീഖുകളും ഷുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.